നമസ്കാരം. നമുക്കൊരു കേസ് ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു പ്രശ്നമൊക്കെ വരുമ്പോൾ ആദ്യം കീഴ്ക്കോടതി അതിൽ തീർപ്പ് കൽപ്പിച്ചില്ല എങ്കിൽ മേൽക്കോടതിയിലേക്കും ഹൈക്കോടതിയിലേക്കും അവിടുന്ന് വിധി അനുകൂലമല്ലെങ്കിൽ സുപ്രീം കോടതി വരെ പോകാനുള്ള ഒരു രീതിയുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ആപത്ത് വരുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നവരാണ് നമുക്ക് കൂടുതൽ പ്രയോജനം കിട്ടുക. അവരാണ് നമ്മളെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അതുപോലെ മറ്റെല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുക. അവർ മുഖേനയാണ് ദൂരെയുള്ള നമ്മുടെ ബന്ധുക്കളെ അറിയിക്കുക ചെയ്യുക. നമുക്ക് പറയുമ്പോൾ മുറ്റത്തെ മുല്ലയ്ക്ക് ഒരിക്കലും ഒരു മണം കാണത്തില്ല. കാരണം നമ്മൾ മുറ്റത്തെ മുല്ലയായതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യമില്ല. മുല്ലപ്പൂവിൻ്റെ മണം നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകത്തില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ ഞാനോട് സംസാരിച്ചത് ഞാൻ കാണുകയും അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു എവിടെ പോയിട്ട് വരുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അദ്ദേഹം ഞങ്ങളൊരു കൊല്ലത്തൊരു മണികെട്ടുന്നൊരു അമ്പലത്തിൽ പോയിട്ട് വരികയാണ്. മണികെട്ടി അമ്പലം പോയിട്ട് വരികയാണ്. ഓ ശരി, നല്ല കാര്യം. ഞാൻ പറഞ്ഞു നല്ല കാര്യം, ഓക്കെ. ഇടയ്ക്കൊക്കെ പോകുന്നത് നല്ലതാണ്, മണികെട്ടി അമ്പലത്തേക്ക് ഇടയ്ക്കൊക്കെ പോകുന്നത് നല്ലതാണ്. ഇടയ്ക്കൊന്നും അല്ല, ഞങ്ങൾ എല്ലാ മാസവും പോകുന്നുണ്ട്. പോയി ഏകദേശം ഇപ്പോൾ 7ാമത്തെ മണിയാണ് ഇപ്പോൾ ഞങ്ങൾ അവിടെ പോയി കിട്ടുന്നത്. എല്ലാ മാസവും മുടങ്ങാതെ എൻ്റെ മോന് വേണ്ടി ഞാൻ പോയി മണി കെട്ടാറുണ്ട്. നല്ല കാര്യം എന്ന് പറഞ്ഞു, വളരെ നല്ല കാര്യം. ഞാൻ ചോദിച്ചിട്ട് മേലാങ്കോട് എങ്ങനെയാണ് വരാറുണ്ടോ? മേലാങ്കോട് വന്നിട്ട് ഇപ്പോൾ കുറേ ആയി. മേലാങ്കോട് വന്നിട്ട് ഇപ്പോൾ കുറച്ചായി. ഇപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. നമ്മൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് രാവിലെ എത്ര മണിക്ക് പോകുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ 5 മണിക്ക് ഒരു ബസ്സിനാണ് ഇവിടുന്ന് പോവുക. അപ്പോൾ 5 മണിക്ക് നമ്മൾ പോയി 5 മണിക്ക് പോകണമെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചെങ്കിൽ 5 മണിക്ക് പോകാൻ പറ്റുള്ളൂ. അതിൽ കൊല്ലം ജില്ലയിലാണ് ആ അമ്പലം. കൊല്ലം കഴിഞ്ഞ് ചവറ എന്ന സ്ഥലത്ത് ശങ്കരമംഗലം എന്നുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് ഒരു 6ൻ്റെ അടുത്ത് ചെന്ന് അവിടുന്ന് ഒരു ജങ്കാറ് കടന്ന് അപ്പുറം ചെന്ന് അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ നടന്നാലാണ് ഈ മണികെട്ടി അമ്പലം എന്നുള്ള ക്ഷേത്രം ഉണ്ടാകുക. മുറ്റത്തെ മുല്ല ഉണ്ടായിട്ട് നമുക്ക് അവിടെ ഒരു പ്രാധാന്യമില്ലാത്തൊരവസ്ഥ. അവിടെ ചെല്ലുന്ന സമയത്ത് ശരിക്കും നല്ല ആ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതൊക്കെ നല്ലത് തന്നെയാണ്. കൂനമ്പായിക്കുളം, ഒരിടക്ക് ചക്കുളത്തുകാവ് ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ പോയി പൊങ്കാലിടായിരുന്നു. അത് മാറിയപ്പോൾ ഇപ്പോൾ പിന്നെ കൂനമ്പായിക്കുളം എന്നുള്ള ക്ഷേത്രം അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നു. ഐശ്വര്യപൂജ അതിനുവേണ്ടി ഇവിടെ ആൾക്കാർ പോകാറുണ്ട്. ഇപ്പോൾ അവിടെ അങ്ങനെ ആരും കുറവാണ്. ഇപ്പോൾ മണികെട്ടി അമ്പലത്തിലാണ് നമ്മൾ പോകുന്നത്. ശരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമദേവത, നമ്മുടെ ദേശദേവത ഇത് കഴിഞ്ഞാണ് ഇതിന് നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ പോലും ഇവിടുന്ന് ഒരു അനുവാദം വാങ്ങിയാണ് നമുക്ക് അവിടെ പോകേണ്ടത്. അനുവാദത്തോടു കൂടി. ശരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ മേലാങ്കോട് ക്ഷേത്രം നമ്മൾ ഒരുവിധപ്പെട്ട ഒരു വണ്ടിക്കാരൊക്കെ നമ്മുടെ താഴത്തൊരു കാണിക്കപ്പെട്ടിയുണ്ട്, അവിടെ നിർത്തി കാണിക്ക ഇട്ടിട്ടൊക്കെ എവിടെയും പോകാറുള്ളൂ. ഞാൻ തന്നെ യാത്ര പോവുകയാണെങ്കിൽ പോലും അവിടെ നിർത്തി ഒരു കാണിക്കയിട്ട് അമ്മയെ തൊഴുത് പ്രാർത്ഥിച്ചു പോയാൽ കാര്യം നടന്നിരിക്കും. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. അതിലൊരു ആപത്തും വരുത്താതെ തിരിച്ച് ഇവിടെ മേലാങ്കോട്ട് തന്നെ എത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. പണ്ട് നേരത്തെയൊക്കെ ഒരിക്കൽ പറഞ്ഞു കേട്ടൊരു അറിവുണ്ട് എനിക്ക്. അതായത് ഉത്സവ സമയത്ത് പിരിവുമായി ബന്ധപ്പെട്ട് താഴെ നിന്ന് വണ്ടിയിൽ പിരിച്ചുകൊണ്ടിരിക്കുന്നു, കമ്മിറ്റിക്കാർ വണ്ടിയിൽ പിരിക്കുന്നു. അപ്പോൾ ഒരു നല്ല ഫുള്ള് ലോഡ് കയറ്റിയൊരു വണ്ടി വരികയും ഇവർ കമ്മിറ്റിക്കാർ കൈ കാണിച്ചിട്ട് നിർത്താതെ പോവുകയാണ് ചെയ്തത്. ആ വണ്ടി ചെറ്റച്ചലെത്തിയപ്പോൾ
അതിൽ നിന്ന് 2 വലിയ കന്നാസ് ഇടിഞ്ഞ് താഴെ വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അവരെ തിരിച്ചു വന്ന് അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടാണ് പിന്നീട് പോയത്. ശക്തി സ്വരൂപിണിയാണ് അമ്മ. ഇവിടുത്തെ ഇളയമ്മ വളരെ ഉഗ്രഭാവമാണ്, മൂത്തയമ്മ സൗമ്യഭാവമാണ്. അതാണ് നമുക്ക് 2 ശൂലവും പിടിച്ചിരിക്കുന്ന അമ്മ. ഒരു അമ്മയുടെ ശൂലം മുകളിലേക്കാണ്, ഒരമ്മയുടെ ശൂലം താഴേക്കാണ് ഇരിക്കുന്നത്, ഇളയമ്മയുടെ. അപ്പോൾ ഉഗ്രസ്വരൂപിണിയാണ് അമ്മ. അമ്മയെ അറിഞ്ഞു വിളിച്ചാൽ നമ്മുടെ കൂടെ അമ്മ നിൽക്കും. അമ്മയുടെ ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നമ്മളോടൊരു പക വന്നാൽ പിന്നെ അതായത് ശരിക്കും എന്ന് പറയുമ്പോൾ ഒരു സംഹാരമാണ്. അതാണ് ശൂലം ഇങ്ങനെ താഴത്തേക്കാണ് ഇളയമ്മ പിടിച്ചിരിക്കുന്നത്. എന്നാൽ പാർവതി അമ്മയാണ് മക്കളുടെ എല്ലാ തെറ്റും പൊറുക്കും അമ്മ. പാർവതി എന്ന് പറയുന്നത് മക്കളുടെ എല്ലാ തെറ്റുകളെല്ലാം പുറത്ത് അമ്മയെ നല്ല സ്നേഹത്തോടു കൂടി നോക്കും. പക്ഷേ തെക്കേ നട അങ്ങനെയല്ല. തെക്കേ നടയിൽ ഒരുപാട് ഇതുണ്ട്, ഉഗ്രഭാവമാണ്, ശക്തി സ്വരൂപിണിയാണ്. എന്നാൽ എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്ന ഒരു യക്ഷിയാണത്, യക്ഷി അമ്മയാണത്. അമ്മയെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ആരാധിച്ച് പിച്ചിപ്പൂവൊക്കെ കൊടുക്കുക. കുട്ടികൾക്കുണ്ടാകുന്ന ബാല അരിഷ്ടതയ്ക്ക് വെറ്റ പാക്ക് അവിടെ നടയിൽ സമർപ്പിക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടമാണ് കരിക്ക് നിവേദ്യം, വറപൊടി. ഇതൊക്കെ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ അനുഗ്രഹിക്കും. എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമസ്കാരം.